കാർഷിക വൃത്തിയിൽ വിജയം വരിച്ച യുവ കർഷകൻ പന്നിക്കോട് സ്വദേശി സുനീഷാണ് ഗ്രാമീണ മേഖലയിൽ അത്ര പരിചയമല്ലാത്ത കൃഷികൾ ചെയ്ത് മികച്ച വിളവ് നേടിയത്. കൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. കൃഷി നഷ്ടമെന്ന് പറഞ്ഞ് പരമ്പരാഗത കർഷകർ ഉൾപ്പെടെ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് പന്നിക്കോട് സ്വദേശിയായ സുനീഷ് കാർഷിക വൃത്തിയിൽ പുതുചരിത്രം രചിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ അത്ര പരിചയമല്ലാത്ത കൃഷികൾ ചെയ്താണ് മികച്ച വിളവ് നേടുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അപൂർവമായി കൃഷി ചെയ്യുന്ന പൊട്ടുവെള്ളരി, ബ്ലാത്താങ്കര ചീര എന്നിവയാണ് പ്രധാന കൃഷി. ഇതോടൊപ്പം വൈകച്ചീര, പച്ചച്ചീര, പയർ, വെണ്ട, ചുരങ്ങ, കയ്പ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. പന്നിക്കോട് തായാട്ട് വയലിൽ 1.5 ഏക്കർ സ്ഥലവും മാട്ടുമുറിയിൽ സ്ഥലവും പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. പൂനൂരിലും വിവിധങ്ങളായ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. യഥാസമയം നോക്കി നടത്തിയാൽ കൃഷി ഒരിക്കലും നഷ്ടമാവില്ലെന്ന് നാട്ടുകാർ കുട്ടനെന്ന് വിളിക്കുന്ന സുനീഷ് പറയുന്നു. ആദ്യം അടുക്കളത്തോട്ടമായി രസത്തിനാരംഭിച്ച കൃഷി വരുമാന മാർഗമായതോടെ നിലനിർത്തുകയായിരുന്നു. വീട്ടിൽ അടുക്കളത്തോട്ടത്തിൽ തുടങ്ങിയതാണ്. കുറച്ച് കൊളസ്ട്രോളും ഷുഗറും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചു തുടങ്ങി. അതിലൊരു താല്പര്യം വന്ന് പൈസയും കിട്ടി തുടങ്ങിയപ്പോൾ താല്പര്യം കൂടി. അപ്പോൾ സ്വന്തം ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടം വരില്ല. കാരണം ഒരു തൈയായി വരുമ്പം തന്നെ അതിനെക്കുറിച്ച് അപ്പം തന്നെ ഓരോ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ രാസമരുന്നുകളോ ഒന്നും അടിക്കേണ്ട ആവശ്യമേ വരില്ല. പിന്നെ മാട്ടൂറി ഭാഗത്ത് കുറച്ചുണ്ട്. പിന്നെ നമ്മുടെ ശരി പൂനൂർ ഭാഗത്ത് ഒരു 50 സെൻറ്റിൽ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മളെ സുഹൃത്താണ് നോക്കലവിടെ. പിന്നെ വീട്ടിലും പരിസരത്തായിട്ട് കുറച്ചുണ്ട്. കൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ആയിഷ ചേലപ്പുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വരും വർഷങ്ങളിലും വ്യത്യസ്തമായ കൃഷികൾ പരീക്ഷിച്ച് അതിലും മികച്ച വിജയം നേടുമെന്നും സുനീഷ് പറയുന്നു. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.